ഹലോ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ്. അത് സിമ്പിളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട അതേ ഡെറിവേഷൻ തന്നെ. കുറച്ച് അവിടെ നമ്മൾ M1 M2 എന്ന രണ്ട് 2 മാസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ n നമ്പർ ഓഫ് മാസസ് ഉണ്ട്. അപ്പോൾ വി ഹാവ് M1 M2 ടു mn മാസസ് ഓഫ് പാർട്ടിക്കിൾസ്. ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ മാസസ് ആണ് M1 ടു mn എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് R1 R2 എക്സെട്ര Rn വരെയാണ്. ഇത്രയും ആണ് അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ്. അപ്പോൾ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ മാസ് അപ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ മാസ് m is equal to m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn ആണ് അല്ലേ. ഇതാണ് അതിൻ്റെ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ RCM ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? പൊസിഷൻ വെക്ടർ RCM ക്യാൻ ബി റിട്ടൺ ആസ് എന്ത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ M1 R1 പ്ലസ് M2 R2 ബൈ M1 പ്ലസ് M2 എന്ന് പഠിച്ചിരുന്നു. ഇവിടെ എന്താണ്? n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ എന്തായിരിക്കും പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസസ്? M1 R1 പ്ലസ് M2 R2 പ്ലസ് എക്സെട്ര പ്ലസ് mn Rn. ലാസ്റ്റ് ക്ലാസ്സിൽ ഓർമ്മയില്ലാത്തവർ അതൊന്ന് മറിച്ചിട്ട് നോക്കുക ആ പേജസ്. അപ്പോൾ ഇതാണ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര mn ആണ് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്തായിരുന്നു എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയില്ലേ? പോയിന്റ് വേർ ദി എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. സോ എന്താണ്? ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ ഏതൊരു സിസ്റ്റത്തിനെയും നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം ആണ് സെൻറ്റർ ഓഫ് മാസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ. സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്, പക്ഷേ ഏകദേശം സെയിം ആണ്. ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഭാഗത്താണോ എൻ്റെയർ എഫക്റ്റ് ഈ ഒരു പോയിന്റിലാണ് ഉണ്ടാവുക. ഗ്രാവിറ്റി ആയാലും ഇവിടെ ഇപ്പം നമ്മൾ മാസിൻ്റെ കേസാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എൻ്റെയർ മാസിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റങ്ങളെ നമുക്കതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സും അതിൻ്റെ മാസസും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സിംബോളിക് ലാംഗ്വേജിൽ എങ്ങനെ എഴുതാം? RCM is equal to സമ്മേഷൻ ലാംഗ്വേജിൽ സമ്മേഷനായി കൊടുത്താൽ I ഫ്രം 1 to n mi ri എന്ന് എഴുതാം അല്ലേ. മുകളിലത്തെ ഭാഗം ന്യൂമറേറ്റർ summation I is equal to 1 to n mi ri by summation I from 1 to n mi ടോട്ടൽ മാസ്. അപ്പോൾ ടോട്ടൽ പൊസിഷൻ വെക്ടേഴ്സ് മുകളിലത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി n പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യാം. എന്താണ് റിജിഡ് ബോഡി? റിജിഡ് ബോഡി ഈസ് വൺ വിച്ച് ഡസൻറ്റ് അണ്ടർഗോ എനി ചേഞ്ച് ഇൻ ഷേപ്പ് വെൻ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷേപ്പിലോ ഒന്നിലോ ചേഞ്ച് വരാത്ത തരത്തിലുള്ള ബോഡീസിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസിന് ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബോഡീസിനെ നമ്മൾ പാർട്ടിക്കിൾസ് ഓഫ് അതിൻ്റെ നമ്പറൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തെ, ഒരു ബോഡിയെ നമ്മൾ റിജിഡ് ബോഡി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യില്ല. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് റിമെയിൻസ് സെയിം. ഓക്കെ, ഇത്തരത്തിലുള്ളതാണ് ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി നമുക്കറിയാം. ഷേപ്പ് ഓഫ് ദ ബോഡീനെയും സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് ദ ബോഡി ആൻഡ് ഓൾസോ ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഓഫ് ദ ബോഡി അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പല ബോഡീസിൻ്റെയും ചിലപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഷേപ്പിനെയും മാസിനെയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രീതിയിലുള്ള പലതരത്തിലുള്ള ഷേപ്പുകളിലുള്ള ബോഡീസ് നമ്മളെ നേച്ചറിലുണ്ട്. അപ്പം ഓരോ സിസ്റ്റത്തിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഉള്ളിലായിരിക്കും, ചിലതിൻ്റെ ഒക്കെ പുറത്തായിരിക്കും. അപ്പോൾ
ഫോർ എക്സാമ്പിൾ എന്താ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് സർക്കുലർ റിങ്, ഡിസ്ക്, യൂണിഫോം റോഡ്, സിലിണ്ടർ, സ്ഫിയർ എറ്റ്സെട്ര ആർ ദി റെസ്പെക്റ്റീവ് സെൻറ്റർ ഓഫ് മാസ്. എന്താണ് സെൻറ്റേഴ്സ് ഓഫ് ദി ഇത്തരത്തിലുള്ള റെഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഡിസ്ക് ആയിക്കോട്ടെ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോഡി ആയിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ സെൻറ്റർ ഓഫ് മാസ് എന്തുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു, ഇതിൻ്റെ സെൻറ്ററുമായിട്ട്, ബോഡി സെൻറ്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബോഡി സെൻറ്ററുമായിട്ട് ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് മാസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എന്താ റെഗുലർ ഷേപ്ഡ് ബോഡീസിൻ്റെ സെൻറ്റർ എന്തായിരിക്കും, ബോഡി സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസും റെഗുലർ ഷേപ്ഡിൻ്റെ കേസിൽ. സോ എന്താണ്, നമ്മൾ റെഗുലർ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുള്ള മാറ്ററിന്, ഒരു ബോഡിയെ നമുക്ക് മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു ബോഡിയെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ബോഡി ആയിക്കോട്ടെ, ഈ ഒരു ബോഡീൻ്റെ ഏതൊരു പാർട്ടിലും എന്താണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഒരേ മാസസ്, ഇതിനൊരു യൂണിറ്റ് മാസ് ഉണ്ടാവും. ആ യൂണിറ്റ് മാസിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എൻ്റയർ ബോഡി ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ളതാണ് നമ്മളെന്ത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരം ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് എന്താ, നേരത്തെ കേസിലെ സമ്മേഷനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, നമുക്ക് ഇൻ്റഗ്രേഷനിലേക്കാക്കി മാറ്റാം. കാരണം എന്താ, ഇതിനൊക്കെ പൊസിഷൻ വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെയാണ്, ഇതിനൊക്കെ പൊസിഷൻ വെക്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എന്താണ് മാസുണ്ട്. ഈ ഡി എം, ചെറിയൊരു മാസിനെ നമ്മൾ ഡി എം, നേരത്തെ നമ്മൾ എം ഐ എന്നെടുത്തു. എന്നാൽ ഇവിടെ എന്താ, ഡി എം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് മാസിനെ നമ്മൾ ഡി എം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡി എമ്മിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സ് നമുക്കറിയാം. അപ്പം അത്തരത്തിൽ എന്താണ്, അതിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഓരോ ഡി എം സെയിം ആയിരിക്കും, എല്ലാത്തിൻ്റെയും ബേസിക് മാസ് സെയിം ആയിരിക്കും, ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഡി എം സെയിം ആയിരിക്കും, പക്ഷേ പൊസിഷൻ വെക്റ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡീൻ്റെ കേസിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ എഴുതാം, ആർ സി എം ക്യാൻ ബി റിട്ടൺ ആസ് എന്ത്, ഇൻ്റഗ്രൽ ആർ ഡി എം ബൈ ഇൻ്റഗ്രൽ ഡി എം. സോ എൻ്റയർ മാസ് നമുക്ക് ഇൻ്റഗ്രൽ ഡി എം വെച്ച് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എൻ്റയർ മാസും കിട്ടും. ഇൻ്റഗ്രേഷൻ ആർ ഡി എം അതും ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വെക്റ്റർ സൈനും മറക്കാൻ പാടില്ല. അപ്പം എക്സ് വൈ സെഡിലെ കോർഡിനേറ്റ്സ് ഓഫ് ആർ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്ററിൻ്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സി എം ഇസ് ഈക്വൽ ടു എന്താണ് ഇൻ്റഗ്രൽ എക്സ് ഡി എം ബൈ ഇൻ്റഗ്രൽ ഡി എം. വൈ സി എം, y കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്താണ്, y dy ബൈ ഇൻ്റഗ്രൽ ഡി എം. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ കിടക്കുന്ന ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആണ് ഇത്, സെറ്റ് ഡി സെഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ഇതാണ് എന്ത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ബോഡി, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡി, ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനാണ്. ഫസ്റ്റ് നമുക്ക് ഒരു ഫിഗർ വരയ്ക്കുക. നമ്മുടെ കയ്യിൽ 2 ബോഡീസ്, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ എന്താണ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. M1 M2 എന്ന 2 ബോഡീസ് ഉണ്ട്. അപ്പം ഇവ തമ്മിൽ എന്താവും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും ഇല്ല, ഇൻറ്റേർണൽ ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല ഈ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ. ബട്ട് എന്താണ്, M1 M2 അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം എന്താണ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. ഇപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ്സ് അലോങ് ദി ലൈൻ ജോയിനിങ് ദം. ഈ ലൈൻ ജോയിനിങ്, ഈ ഒരു ലൈനിൽ അവയ്ക്ക് ആക്സിലറേഷൻ ഉണ്ട്. സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുക, അസ്യൂം ദാറ്റ് എന്താ ഫസ്റ്റ് ഇനീഷ്യലി ദേ ആർ അറ്റ് റെസ്റ്റ്. പിന്നെ എന്താ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ എക്സേർട്ട് ഫോഴ്സ് ഓൺ ഈച്ച് അതർ, സോ ദേ ആക്സിലറേറ്റ് അലോങ് ദിസ് ലൈൻ. അവ തമ്മിലുള്ള ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ സെൻറ്റർ ഓഫ് മാസ് അറ്റ് ടൈം ടി, നമ്മൾ സെൻറ്റർ ഓഫ് മാസ് അറ്റ് ടൈം ടി എന്താണ് 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിലെ എക്സ് ആക്സിസ്. സോ എന്താണ് ഒരു ലൈനിലാണ് നമ്മൾ മോഷൻ എന്ന് പറഞ്ഞിരുന്നു. സോ എന്താണ് നമുക്ക് എക്സ് ഡയറക്ഷനിലാണ് മോഷൻ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഇസ് എന്താണ്
m1 x1 പ്ലസ് m2 x2 ബൈ m1 പ്ലസ് m2 ആണ് അതിൻ്റെ എക്സ് സി എം, എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് അല്ലേ. ഇവിടെ വൺ ലൈൻ, ഒരു ലൈൻ ജോയിനിങ് തമ്മിൽ എലോങ് ആയിട്ടാണ് ഇതിൻ്റെ മോഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? വി സി എം ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2 ആണ് അതിൻ്റെ വെലോസിറ്റി. ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 a1 പ്ലസ് m2 a2 ബൈ m1 പ്ലസ് m2 ആണ് അതിൻ്റെ ആക്സിലറേഷൻ. ഇതാണ് എന്ത്? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനും വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് നമ്മൾ മോഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്കറിയാം A1 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മുകളിൽ ഇവയ്ക്ക് രണ്ടിനും M1നും M2നും ആക്സിലറേഷൻ ഉണ്ട്. അവ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. M1 ഒരു ഫോഴ്സ് M2ൻ്റെ മേലെ പ്ലസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ M2 M1ൻ്റെ മേലെ മൈനസ് എഫ് ഫോഴ്സ് ആക്ട് ചെയ്യിക്കുന്നുണ്ട്. സോ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. അപ്പം ആക്സിലറേഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ A1 ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ബൈ m1 അല്ലേ, എഫ് ബൈ m1. A2 ഇസ് ഈക്വൽ ടു A2 ഇസ് എന്താണ്? മൈനസ് എഫ് ബൈ m2. ഇതാണ് എന്ത്? ആക്സിലറേഷൻ്റെ ഇക്വേഷൻസ്. ഓരോ ബോഡിയിലും ആക്ട് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ ഇസ് ദിസ്. ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളെ ആക്സിലറേഷൻ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് വാട്ട്? വി വിൽ ഗെറ്റ് ACM. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു m1 എഫ് ബൈ m1 അല്ലേ, m1 എഫ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു മൈനസ് എഫ് ബൈ m2 ബൈ m1 പ്ലസ് m2 എന്ന് നമുക്ക് ലഭിക്കും. സോ എന്താണ്? ACM ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് 0 അല്ലേ, 0 എന്ന് കിട്ടും. എഫും m2 ക്യാൻസൽ ചെയ്ത് പിന്നെ എന്താ ഉണ്ടാവുക? എഫ് വെക്ടർ എഫ് മൈനസ് വെക്ടർ എഫ്. സോ ഇറ്റ് ഇസ് 0 എന്ന് കിട്ടും. അതായത് ആക്സിലറേഷൻ എന്താണ്? dvcm ബൈ dt ആണല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് നമുക്കറിയാം. സോ എന്താണ്? വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ദിസ് മീൻസ് ദാറ്റ് എന്താ? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈമിൽ. അതിന് ചേഞ്ച് ഇല്ല. ടൈമിനനുസരിച്ച് വെലോസിറ്റീൻ്റെ ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എന്താണ്? വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് ലഭിക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യാത്ത ഒരു ബോഡിക്ക് എന്താണ്? ഇൻറ്റേർണൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫോഴ്സസ് മാത്രമേ ഇവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതുമൂലമാണ് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ എന്താണ്? വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതൊരു റിമാർക്കബിൾ പ്രോപ്പർട്ടി ഓഫ് എ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്താണ്? പക്ഷേ നമുക്കറിയാം നമ്മൾ എന്താ കൺസിഡർ ചെയ്തത്? ഇനീഷ്യലി നമ്മൾ എന്താ? v1 ഇസ് ഈക്വൽ ടു v2 ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. ഓർമ്മയില്ലേ നമ്മൾ തുടക്കത്തിൽ? അതായത് ഇനീഷ്യലി ബോഡി അറ്റ് റെസ്റ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. സോ എന്താണ്? ഇനീഷ്യൽ കേസിൽ VCM ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താണ്? XCM കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, XCM കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താ ഇത് എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഇനീഷ്യലി നമ്മൾ v1 v2 0 ആയതുകൊണ്ട് തന്നെ VCM വിൽ ബി 0 ആൻഡ് പൊസിഷൻ വെക്റ്റർ എന്താണ്? പൊസിഷൻ വെക്റ്റർ XCM ഇസ് VCM ഇസ് ഈക്വൽ ടു dxcm ബൈ dt ആണ്. അതാണ് 0 എന്ന് നമുക്ക് ലഭിച്ചത്. സോ XCM ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താ? സെൻറ്റർ ഓഫ് മാസ് റീമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ എന്താണ്? നമുക്ക് രണ്ട് റിമാർക്കബിൾ പ്രോപ്പർട്ടി കിട്ടി. നമ്മളെ ഇനിഷ്യലി എന്തായിരിക്കും? ബോഡി അറ്റ് റെസ്റ്റിലായിരിക്കും. ഇനീഷ്യലി ബോഡി അറ്റ് റെസ്റ്റിലാണെങ്കിൽ എന്താണ്? പൊസിഷൻ വെക്ടർ ഈസ് സെയിം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യാത്ത 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് എന്താണ്? സെൻറ്റർ ഓഫ് മാസ് വിൽ മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. പക്ഷേ എന്താ?
ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് മൂവ് ആൻഡ് ആക്സിലറേറ്റ് ചെയ്യും അല്ലേ. അതിൽ നമ്മളിവിടെ കണ്ട ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന് ആക്സിലറേഷനും ഫോഴ്സും ഉണ്ട്. പക്ഷേ എന്താണ്, സെൻറ്റർ ഓഫ് മാസ് ൻ്റെ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ്, when no external force acts on a system containing n particle, center of mass moves with constant velocity. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ലേ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സിലറേഷനും വെലോസിറ്റിയും ഉണ്ടാകാം. പക്ഷേ എന്താ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസിഡർ, നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താണ്, ഒരു പാരാബോളിക് പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റൈൽ മോഷൻ കൺസിഡർ ചെയ്യുക. ഒരു ബോഡി പ്രൊജക്റ്റഡ് അറ്റ് എൻ ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുക. അറ്റ് എൻ ആംഗിൾ തീറ്റ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു ബോഡീനെ കൺസിഡർ ചെയ്താൽ എന്താണ്, അതിൻ്റെ to the horizon, its center of mass follows a parabolic path. അല്ലെ, സെൻറ്റർ ഓഫ് മാസ് ഒരു പാരാബോളിക് പാത്ത് ഫോളോ ചെയ്യും. കാരണം ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രൊജക്റ്റൈൽ എന്താണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. ആകെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സേ ആക്ട് ചെയ്യുന്നുള്ളൂ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ് അത്. ഇപ്പം ഈ മോഷൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഈ ബോഡി എന്താണ്, നമുക്കറിയാം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട് കേട്ടോ, FG ഉണ്ട്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ്സ് മാത്രമേ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുള്ളൂ. വേറെ തീറ്റ ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു ബോഡീൻ്റെ മേലെ വേറെ ഒറ്റ ഫോഴ്സും ആക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പം മിഡ് എയറിൽ വെച്ച്, പകുതിയിൽ വെച്ച് എന്ത് ചെയ്യപ്പെടുന്നു, ഈ ബോഡി എക്സ്പ്ലോഡ് ചെയ്യാണ് ഇൻറ്റു നമ്പർ ഓഫ് പീസസ് ആയിട്ട്. എന്താണ്, ഒരുപാട് പീസസ് ആയിട്ട് ഇത് എക്സ്പ്ലോഡ് ചെയ്യാൻ പൊട്ടിത്തെറിക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസും എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ എന്താണ്, അന്നേരവും എന്തുണ്ട്, ഈ എൻ്റയർ പാർട്ടിക്കിൾസ്, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്ന ആ ഒരു ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയോ സ്ഥിതി ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ സെൻറ്റർ ഓഫ് മാസ് അപ്പോഴും എന്താണ്, ഈ പാരാബോളിക് പാത്തിൽ തന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യപ്പെടും എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. കാരണം എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ കേസിലായാലും അത് ചേഞ്ച് ചെയ്യപ്പെട്ടില്ല. പകരം എന്താണ്, അവിടെ ആകെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമേ അവിടെയും ആക്ട് ചെയ്യുന്നുള്ളൂ. എന്താണ്, ഫോഴ്സസ് ഡ്യൂ ടു ദ എക്സ്പ്ലോഷൻ ആർ ഇൻറ്റേർണൽ ആൻഡ് ദേ ഡു നോട്ട് ചേഞ്ച് ദ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. കാരണം എന്താ, ഫോഴ്സസ് ഡ്യൂ ടു എക്സ്പ്ലോഷൻ്റെ കാരണക്കാരായ ഫോഴ്സ് ഏതാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, ഇൻറ്റേർണൽ ഫോഴ്സാണ് എക്സ്പ്ലോഷന് കാരണമായത്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ലേ. എക്സ്പ്ലോഷന് ഇൻറ്റേർണൽ ഫോഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഇവിടെ ഉണ്ട്. പക്ഷെ അതെന്താണ്, ഈവൻ ബിഫോർ എക്സ്പ്ലോഷനും ആഫ്റ്റർ എക്സ്പ്ലോഷനും സെയിം ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സോ എന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ ഫോഴ്സസ് എക്സ്പ്ലോഷന് കാരണമായത് ഇൻറ്റേർണൽ ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് ഇൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മോഷൻ. അപ്പം ഇത്രയാണ്. കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിലായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് നോട്ട്സ് എല്ലാവരും അയക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ.